എല്ലാവർക്കും വൈബ്സ് ഓൺ ഡിയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് നെയ്യാർ ഡാമിന്റെ എൻട്രി പോയിന്റിലാണ്. തിരുവനന്തപുരത്തിന്റെ സ്വന്തം നെയ്യാർ ഡാമിന്റെ കാഴ്ചകൾ കാണാം. ഡാമിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് പോകുന്നതിനുള്ള സൈൻ ബോർഡുകൾ ഇവിടെ കാണാം. പ്രകൃതിയുടെ മനോഹാരിത തുളുമ്പി നിൽക്കുന്ന അന്തരീക്ഷം. ഇവിടെ എത്തുമ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ് വൈബാണ്. പൊന്മുടിയുടെ മനോഹരമായ കാഴ്ചകളിൽ നിന്ന് നേരെ വരുന്നത് പ്രകൃതിയുടെ മറ്റൊരു വിസ്മയമായ ഇങ്ങോട്ടേക്കാണ്. പൊന്മുടിയുടെ ചുരങ്ങളും കോടമഞ്ഞും തണുപ്പും ഒക്കെ ആസ്വദിച്ച് മലയിറങ്ങി വരുന്ന സഞ്ചാരികൾക്ക് യാത്ര അവസാനിപ്പിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച സ്പോട്ട് നെയ്യാർ ഡാം തന്നെയാണ്. ദാ അങ്ങ് ദൂരെ നമുക്ക് ഡാം കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുവാണ്. നെയ്യാർ ഡാമിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഇത് യാഥാർത്ഥ്യമാകുന്നത് 1958 അഗസ്ത്യകുട മലനിരകളുടെ താഴ്വാരത്താണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. കേരള തനിമ വിളിച്ചോതുന്ന കഥകളി രൂപങ്ങളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ വന്ന് സമയം ചെലവഴിക്കാൻ പറ്റിയ മികച്ചൊരു സ്പോട്ടാണിത്. നല്ല തണുത്ത കാറ്റും ഈ ഏരിയയുടെ ശാന്തതയൊക്കെ മനസ്സിന് വല്ലാത്തൊരു സമാധാനം നൽകും. ഈ ഗേറ്റ് കടന്ന് നമ്മൾ ഉള്ളിലോട്ട് പ്രവേശിക്കാൻ പോവുകയാണ്. ഏകദേശം 11.5 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്നതാണ് നെയ്യാർ ഡാമിന്റെ റിസർവോയർ. തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന ജലസേചന പദ്ധതികളിൽ ഒന്നാണിത്. ഇവിടെ റിസർവോയറിലൂടെ ബോട്ടിംഗ് അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ എന്തായാലും ബോട്ടിങ്ങിനൊന്നും പോയില്ല. നെയ്യാർ നരസിംഹസ്വാമി ക്ഷേത്രത്തിന് സമീപത്തു കൂടി ഒഴുകുന്ന നെയ്യാറിന്റെ കുറുകെയാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. നെയ്യാർ കനാൽ സിസ്റ്റം വഴി ആയിരക്കണക്കിന് ഏക്കർ കൃഷിസ്ഥലങ്ങളിലേക്ക് ഇവിടെ നിന്നും വെള്ളം എത്തിക്കുന്നു. ഞങ്ങൾ ഇതിന്റെ മുകളിൽ നിന്ന് താഴോട്ടുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കുറച്ചു നേരം ഇവിടെ അങ്ങ് നിന്നു. ഇവിടെ വരുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് ഇവിടുത്തെ വാച്ച് ടവർ. അപ്പോ നമ്മളും ഈ വാച്ച് ടവർ അങ്ങ് കയറാമെന്ന് തീരുമാനിച്ചു. പച്ചപ്പ് നിറഞ്ഞ കാടുകൾക്കും ജലാശയത്തിനും നടുവിലായി ഉയർന്നു നിൽക്കുന്ന ഈ വാച്ച് ടവറിന്റെ മുകളിലേക്ക് കയറുന്നത് തന്നെ ഒരു ചെറിയ അനുഭവമാണ്. മെത്തി സ്ഥലമെത്തി. വാച്ച് ടവറിന് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കാത്തിരിക്കുന്നത് കണ്ണിന് കുളിർമയേകുന്ന അതിമനോഹരമായ കാഴ്ചകളാണ്. ഒരു വശത്ത് അനന്തമായ ജലനിരപ്പ്, മറുവശത്ത് കോടമഞ്ഞ് പുതച്ചു നിൽക്കുന്ന പശ്ചിമഘട്ട മലനിരകൾ, ഒപ്പം പച്ച പരവതാനി വിരിച്ചതുപോലെയുള്ള വനമേഖല. കാറ്റിന്റെ തഴുകലേറ്റുകൊണ്ട് ഇവിടെ നിന്ന് നെയ്യാറിന്റെ സൗന്ദര്യം മുഴുവൻ ഒരേ സമയം കൺകുളിർക്ക് കാണാം. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങൾ നേരെ താഴോട്ടിറങ്ങി. ആർത്തലച്ചു പായുന്ന വെള്ളത്തിന്റെ ശബ്ദം, മുഖത്തടിക്കുന്ന തണുത്ത കാറ്റ്, മനസ്സിനെ കീഴടക്കിയ ഒരു കാഴ്ച തന്നെയാണിത്. ഈ വെള്ളത്തിന്റെ ഒഴുക്കും ശബ്ദവും കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. പ്രകൃതിയുടെ ശക്തിയും സൗന്ദര്യവും ഇവിടെ ഒരുപോലെ കാണാം. ഇനി നെയ്യാർ ഡാമിന് സമീപത്തായി കാണേണ്ട മറ്റൊരു പ്രധാന ആകർഷണമാണ് ഇവിടുത്തെ അക്വേറിയം. ഫിഷറീസ് വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ അക്വേറിയം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കൗതുകം നൽകുന്ന ഒന്നാണ്. ഇവിടെ പല വിധത്തിലുള്ള വിദേശ മത്സ്യങ്ങളും നമ്മുടെ നാട്ടിലെ അപൂർവ ഇനം ശുദ്ധജല മത്സ്യങ്ങളും ഒക്കെയായി വലിയൊരു ശേഖരം തന്നെയുണ്ട്. ഓരോ മീനിനെ കുറിച്ചും പ്രത്യേകം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ടാങ്കിന് മുകളിലായി അവയുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ വ്യക്തമായി എഴുതിയ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. വീഡിയോയിൽ കാണുന്ന ഈ ബോർഡുകൾ ശ്രദ്ധിച്ചാൽ മതി. ഓരോ മീനും ഏതാണ്, അവയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ വായിച്ചറിയാം. അതുകൊണ്ട് തന്നെ ഈ മനോഹരമായ കാഴ്ചകളിലൂടെ ഞാൻ നിങ്ങളെയും കൂട്ടി വെറുതെ ഒന്ന് ചുറ്റി നടക്കുകയാണ്. ഓരോന്നും കണ്ട് ബോർഡുകൾ വായിച്ച് ആ കാഴ്ചകൾ പൂർണ്ണമായി ആസ്വദിച്ചോളൂ.
കൂടാതെ മത്സ്യങ്ങളെക്കുറിച്ചും അവയുടെ വളർച്ചയെക്കുറിച്ചും മനസ്സിലാക്കാൻ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ഇതൊരു നല്ല അനുഭവമാണ്. ഡാം കാണാൻ എത്തുന്നവർ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരിടമാണിത്. ഈ അലിഗേറ്ററിനെ കണ്ടോ? ഇത് ശാന്തനായിട്ടാണ് ഇരിക്കുന്നത്. നോക്കൂ, ഇത് നോക്കുന്നു. വ്യത്യസ്ത തരം മീനുകളുടെ ഈ ലോകം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ കാഴ്ചകൾ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇതുപോലെയുള്ള യാത്രകളുടെ വിശേഷങ്ങൾ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും ബൈ.